ചീരു, അനു, മക്കളെ വാങ്ങിച്ചോളൂ. അകത്തും പുറത്തും ഇല്ലാത്ത എടുത്തു വെച്ച് കുഞ്ഞുങ്ങളെ കൈമാറണോ മാഷെ? ഞങ്ങള് മക്കളെ അകത്ത് കൊണ്ടുവന്നു തരാം. ഞങ്ങളോട് എന്തിനാ മാഷെ വെറുതെ ദേഷ്യം? ഇതുവരെ ഞങ്ങള് ഇവരെ നിലത്ത് വെക്കാതെ വളർത്തിയത്. ഇവരകത്തേക്ക് കൂട്ടിക്കൊണ്ടു. അമ്മ വരൂ അങ്കിൾ. വാ. മക്കളെ, നിങ്ങൾ അങ്ങോട്ട് ഇരുന്നാട്ടെ. അങ്കിള് ആന്റി ഇരിക്കും. കരയില്ല, മക്കളെ മുറിയിലാക്കിയിട്ട് വരാം. ഇല്ല ഇല്ല ഇല്ല, നിങ്ങൾ നിൽക്കാതെ അങ്ങോട്ട് ഇരിക്കുക. വിച്ചുമന്റെ അനിയത്തി കുട്ടികളെ പോരല്ലോ. ആർച്ചുമോളെ, മക്കൾ എനിക്ക് അറിയണ്ട കേട്ടോ. ഇവിടെ ഇരുന്ന്. ഇവിടെ ഇരുന്നു. ഹായ്. നന്ദിയുണ്ട് ചേച്ചി ഇവരെ രക്ഷിച്ചതിനും. ഞാനും എന്റെ മക്കളും എന്നും ചേച്ചിയോട് കടപ്പെട്ടിരിക്കും. എന്താ ചേരും ഇത്? ഇവരാരാ? എനിക്ക് എന്റെ കൂടെ മക്കളല്ലേ. അമ്മ ഇവിടെ എത്തുന്നു. നീ നോക്കി. മഞ്ചാടി, നീ മക്കളെ നോക്കണേ. അനുശേഷി വാ. അങ്കിളും അമ്മ അവിടെ ഇരിക്കല്ലേ. കണ്ടോ? കൊറേ നാളായില്ലേ മക്കളെയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ടാ അവരിപ്പോ വരും. ചീരു, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട അനു, ഒന്നും വേണ്ട. അവൻ പുറത്ത് നിൽക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ? അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോ ഒന്നും കുടിക്കണമെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ ചടങ്ങിനൊരു സൽക്കാരം? അതൊന്നും വേണ്ട. മോളെ ചീരു, നീ അന്ന് കൊണ്ടുവന്നത് കൂടാതെ മക്കളുടെ കുറച്ച് ഡ്രസ്സുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ അവിടെയുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്ക് അതെങ്കിലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, അതൊക്കെ അവിടെ ഉണ്ടാവുന്നത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ഭദ്രമോളും ആർച്ചമോളും എന്നെങ്കിലും അവരുടെ അച്ഛന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ. അമ്മ കരയില്ലേ അമ്മ? ഞാൻ എന്റെ മക്കളെ കിട്ടിയ സന്തോഷത്തില്. എന്നെ അമ്മ സങ്കടപ്പെടുത്തല്ല. എന്റെ പൊന്നു മോള്, മക്കളെ മാത്രമല്ല നിന്നെയും കൂടി കൈവിട്ടതാ എന്റെ ദുഃഖം. അമ്മ